പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. അളവിലധികമായി ഞങ്ങളെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സർവ്വശക്തിയായ നല്ല മനോഹരമായ സമയത്തിനോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നതാണ്. ഇപ്പോൾ ആത്മാവിന്റെ സത്യത്തിനെ ആരാധിക്കുവാൻ സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെ വിജയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. വിശേഷമായിരിക്കുന്ന മക്കളെ വിജയിക്കണമേ. ഞങ്ങളുടെ ശുശ്രൂഷയുടെ ആ ദിവസങ്ങളുടെ തീരുമാന സാന്നിധ്യം കൊണ്ടിരിക്കണമെന്ന് മനുഷ്യനാഥത്തെ ആയിരിക്കുന്നു. കുമാറാവണമേ. ആമേൻ. ദൈവനാമം ക്രിസ്തീയതകളിൽ 11-ാം ഗീതം നിൽക്കവേ തന്നെ നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിങ്ങളും രഹസ്യങ്ങളൊന്നും അറിവില്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ വിശുദ്ധാന്ത യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസാൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നിലവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. നമുക്ക് ഗ്ലോറിയ ചേർന്ന് ഉപയോഗിക്കാം. Amen.
നമ്മുടെ കർത്താവ് പറഞ്ഞ പ്രകാരം ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത്: ഇസ്രായേലിലെ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെപ്പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായ വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവിൽ പ്രിയരെ, ദൈവത്തിൻ്റെ ഏറ്റവും പരിശുദ്ധ വചനം കേൾപ്പാനും കർത്താവിൻ്റെ ശരീരങ്ങളെ കൈക്കൊള്ളുവാനും നാം ഒരുമിച്ച് വന്നിരിക്കുന്നു. അതിനാൽ നമുക്ക് മുട്ടുകുത്തി മൗനമായി നമ്മെ തന്നെ ശോധന ചെയ്ത് വിശ്വാസത്തോടും അനുതാപത്തോടും അവങ്കിലേക്ക് സമീപിക്കുന്നതിന് ദൈവകൃപ അന്വേഷിക്കാം. നിങ്ങളുടെ പാവങ്ങളെക്കുറിച്ചും നേരായും താല്പര്യമായി മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രിയവും സ്നേഹവുമായിരുന്ന ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടും മേലാൽ അവൻ്റെ വിശുദ്ധ വഴികളിൽ നടന്നുകൊണ്ടും പുതിയ ജീവൻ നയിപ്പാൻ നിശ്ചയിച്ചിരിക്കുന്ന നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം അവനോട് ബുദ്ധമായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നിങ്ങളുടെ പാവങ്ങളെ ഏറ്റുപറവിൻ. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളെക്കുമായി പാവം ചെയ്തിരിക്കുന്ന യേശു പറയുന്നു. സത്യമായ ക്രിസ്തുവിൽ കൂടെ തങ്ങളിലേക്ക് തിരിയുന്ന എല്ലാവരുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പീൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും ആയുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തൻ്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം യേശുവിനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ക്രിസ്തുയേശു പ്രവേശിപ്പാൻ ലോകത്തുനിന്നുള്ള വിശ്വാസവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനം തന്നെ. ഒരുത്തൻ പാവം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു ക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാവങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് ഞങ്ങളുടെ സകല ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മകമേൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്വപിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം നിങ്ങളോട് കരുണയുണ്ടായി നിങ്ങളുടെ സകല പാപങ്ങളെ ക്ഷമിച്ച് അവൾ നിങ്ങളെ വിടുവിച്ച് സകല നന്മയിൽ ഉറപ്പിച്ചു ബലപ്പെടുത്തി നിങ്ങളെ നിത്യജീവനിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോടുകൂടി ഇരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തേക്കുള്ള പ്രത്യേകമായ അപേക്ഷ നിന്റെ സ്വരൂപത്തിൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും എല്ലാ ജീവിതാവടങ്ങളും ഞങ്ങളെ കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്ന കാരുണ്യവാനായ ദൈവമേ, ഞങ്ങളുടെ സൃഷ്ടിതാവേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടതകളുടെയും ശോധനകളുടെയും മധ്യത്തിൽ നിന്റെ രാജ്യത്തിൻ്റെ പ്രമാണങ്ങളായ സത്യത്തിനും നീതിക്കും വേണ്ടിയുള്ള ദൈവഹിതം വിവേചിച്ചറിയുവാൻ സഹായിക്കണമേ. നിന്റെ നാമത്തിന് വേണ്ടി കഷ്ടങ്ങൾ കണക്കിലെടുക്കാതിരിക്കുന്ന നിരവധങ്ങളുടെ ഞങ്ങളെ ദൃഷ്ടി ഉറപ്പിക്കുവാൻ ഞങ്ങൾ കൃപ ചെയ്യണമെന്ന്
ദൈവരാജ്യത്തിന് വേണ്ടി സാഹസികരാകുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്നും നിന്നോടും പരിശുദ്ധാത്മാവിനും കൂടെ ഏകദൈവമായ കലാവസ്ഥനം കൂടാതെ ജീവിച്ചു വാഴുന്ന യേശു ക്രിസ്തു മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഇന്നത്തേക്കുള്ള പാഠഭാഗങ്ങൾ വായിക്കുന്നു. പഴയ നിയമ വേദഭാഗം ഫസ്റ്റ് ലെസൺ. That same day, King Xerxes gave Queen Esther a state of heaven, the enemy of the Jews, and Mordecai came into the presence of the king, for Esther had told her he was related to her. The king took off the signet ring, which he had taken from Haman, and presented it to Mordecai, and Esther appointed him over Haman's estate. Esther again pleaded with the king, falling at his feet and weeping. She begged him to put an end to the evil plan of Haman, the Agagite, which he had devised against the Jews. Then the king extended the golden scepter to Esther, and she arose and stood before him. If it pleases the king, she said, and if he regards me with favor, and thinks it the right thing to do, and if he is pleased with me, let an order appear overruling the dispatches that Haman, son of Hamilton, the Agagite, devised an order to destroy the Jews in all these provinces. For how can I dare to see disaster fall on my people? How can I dare to see the destruction of my family? King Xerxes replied to Queen Esther and to Mordecai the Jew, because Haman attacked the Jews, I have given this estate to Esther, and they have impaled him on the pole he set up. Now write another decree in the king's name in behalf of the Jews, as seals best you, and seal it with the king's signature. For no document written in the king's name and sealed with his ring can be revoked. At once the royal secretaries were summoned. On the 23rd day of the third month, the month of Sivan, they wrote out all Mordecai's orders to the Jews and to the satraps, governors, and nobles of the 127 provinces stretching from India to Kush. These orders were written in the script of each province and the language of each people, and also for Jews in their own script and language. Mordecai wrote in the name of King Xerxes, sealed the dispatches with the king's signature, and sent them by mounted couriers who rode fast horses, especially bred for the king. The king's edict granted the Jews in every city the right to assemble and protect themselves, to destroy, kill, and annihilate the armed men of any nationality or province who might attack them and their women and children, and to plunder the property of their enemies. The day appointed for the Jews to do this in all the provinces of King Xerxes was the 30th day of the 12th month, the month of Adar. A copy of the text of the edict was to be issued as law in every province and made known to the people of every nationality, so that the Jews would be ready on that day to avenge themselves on their enemies. The couriers riding the royal horses went out, spurred on by the king's command, and the edict was issued in the citadel of Susa. When Mordecai left the king's presence, he was wearing royal garments, blue and white, a large crown of gold, and the purple robe of fine linen. And the city of Susa held a joyous celebration. For the Jews it was a time of happiness and joy, gladness and honor. In every province and in every city to which the edict of the king came, there was joy and gladness among the Jews, with feasting and celebrating, and many people of other nationalities became Jews, because fear of the Jews had seized them. Your hands are blessed. ദൈവമേ നിനക്ക് സ്തോത്രം ഉണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള സങ്കീർത്തനം 12-ാം സങ്കീർത്തനം. ടുഡേ Psalms 12.
ഓരോരുത്തർ നാനാന്റെ കുട്ടിയാണ് രാജ്യം സംസാരിക്കുന്നു. കൗടമുള്ള അതിരത്തോടും ഇരു മനസ്സും കൂടെ അവർ സംസാരിക്കുന്നു. ഞങ്ങളുടെ നാവ് കൊണ്ട് ഞങ്ങൾ ചെയ്യും, ഞങ്ങളുടെ അതിന് ഞങ്ങൾക്ക് തോന്ന ഞങ്ങൾക്ക് യജമാൻ ആരെന്ന് അവർ പറയുന്നു. യഹോവയുടെ വചനങ്ങൾ നമ്മുടെ വചനങ്ങളാകുന്നു. അത് ഉടനെയൊരുക്കി 7 പ്രാവശ്യം ചെയ്ത വെള്ളി പോലെ തന്നെ. ശിശുപുത്രന്മാരുടെ ഇടയിൽ വർഷങ്ങൾ ഉൾപ്പെടുമ്പോൾ ക്രിസ്തുമാർ എല്ലാവരും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും ഇരിക്കാം. 2ാം പാഠം സെക്കൻഡ് ലെസൺ. എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹോദരനും ഞങ്ങളുടെ ദൂതനും എന്റെ ബുദ്ധിമുട്ടിലും ശുശ്രൂഷകളുമായ എപ്പപ്രോദിത്തോസിനെ ഞങ്ങളുടെ അടുക്കലായി ആവശ്യമായി തോന്നി. അവൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ വാങ്ങിച്ചു. താൻ ദൈവമായി കിടന്നുവെന്ന് ഞങ്ങൾ കേട്ടതുകൊണ്ട് വിശ്വസിക്കുന്നിരുന്നു. അവൻ ദൈവം വെച്ച് പരിപാടിയായ സത്യം. എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്റെ ദുഃഖപരിഹാരത്താൽ നമ്മളോട് കരുണ ചെയ്തു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാൻ എനിക്ക് ദുഃഖം തോന്നാൻ ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുകയും ഇങ്ങനെയുള്ളവരെ ബഹുമാനിക്കുകയും എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീരുമാനമോ അവൻ തന്നെ പ്രാണനെ പോലെ കരുതാതെ ക്രിസ്തുവിന്റെ ദേഹബന്ധം മരണത്തോളം ആയിക്കോട്ടെ. ഇങ്ങനെ 2ാം പാഠഭാഗം അവസാനിക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള ദൈവവചനങ്ങളെ കേൾപ്പീൻ. Gospel according to St. Matthew chapter 10 verses 37 to 42. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും. എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും. നിങ്ങളെ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു, എന്നെ കൈക്കൊള്ളുന്നവൻ എന്നെ അയച്ചവനെ കൈക്കൊള്ളുന്നു. പ്രവാചകനിൽ വെച്ച് പ്രവാചകനെ കൈക്കൊള്ളുന്നവന് പ്രവാചകന്റെ പ്രതിഫലം ലഭിക്കും. നീതിമാനെന്ന് വെച്ച് നീതിമാനെ കൈക്കൊള്ളുന്നതിന് നീതിമാന്റെ പ്രതിഫലം ലഭിക്കും. ശിഷ്യനെന്ന് വെച്ച് ഈ ചെറിയവരിൽ ഒരുത്തന് ഒരു പാനപാത്രം തണ്ണീർ മാത്രം കുടിപ്പാൻ കൊടുക്കുന്നവന് പ്രതിഫലം കിട്ടാതെ പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ഇത് ക്രിസ്തുവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. കീർത്തന 249, ഹിൻ നമ്പർ 249.
നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ലോകരക്ഷിതാവുമായ യേശു കർത്താവേ, ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും അങ്ങയെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും തമ്പുരാൻ നൽകിയ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. സ്തുതിക്കുന്ന അതിനെ ആലയത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രിയ മക്കളെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനത്തിലായിരിക്കുന്ന ആരാധനകൾ സംബന്ധിക്കുന്ന ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയമക്കൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അല്പസമയം തിരുവചനം ധ്യാനിക്കുമ്പോൾ സ്വർഗീയ ആലോചനകളാൽ ധന്യമാക്കണമേ. മഹത്വം അവിടുന്ന് എടുക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ തന്നെ ആമീൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ ആരാധന ആരംഭിച്ച് ഇന്നേ ദിവസമാണ് ഇത്രയും ആളുകൾ ഒരുമിച്ച് ദേവാലയത്തിൽ കൂടി വരുന്നത്. വലിയവനായ ദൈവത്തിന് ഞാൻ സ്തോത്രം കരയറ്റുക. അതോടൊപ്പം തന്നെ ഇന്ന് ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരെയും സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇതോടൊപ്പം തന്നെ ഭവനത്തിൽ ആരാധനയിൽ സംബന്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു. അല്പസമയത്തെ ചിന്തയ്ക്കായി ടേക്കിംഗ് റിസ്ക് ഫോർ ദി റീൻ ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിന് വേണ്ടി റിസ്ക് എടുക്കുക. ഇന്ന് സുവിശേഷ വേദഭാഗമായി വായിച്ചതായ മത്തായി സുവിശേഷം 10-ാം അധ്യായം 38-ാം വാക്യം, തൻ്റെ ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല. CMSന്റെ പ്രഥമ മിഷണറിയായിരുന്ന റവർ തോമസ് നോട്ടൺ സഞ്ചരിച്ച ചാപ്മാൻ എന്ന കപ്പൽ അറ്റ്ലാന്റിക് സമുദ്രത്തിൻ്റെയും ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെയും തിരമാലകൾ ഒഴുകി കൂടിച്ചേർന്ന മുനമ്പിൽ, കേപ്പ് ഓഫ് സ്റ്റോംസ്, കൊടുങ്കാറ്റിൻ്റെ മുനമ്പ് എന്ന് പറയും, അവിടെ എത്തിച്ചേർന്നു. ശരാശരി ഓരോ 36 മണിക്കൂറുകളിൽ ഇവിടെ കൊടുങ്കാറ്റ് വീശാറുണ്ട്. പടിഞ്ഞാറ് ഭാഗത്തേക്ക് എപ്പോഴും ശക്തമായ ഒഴുക്കുണ്ട്. ഈ ഒഴുക്കിനെതിരെ കാറ്റ് വീശുമ്പോൾ പ്രത്യേകതരം തിരമാലകളാണ് ഉയരുന്നത്. ഈ തിരമാലകൾ ഈ മുനമ്പിനെ ചരിത്രകാരന്മാരും തോമസ് നോട്ടൺ രേഖപ്പെടുത്തിയിരിക്കുന്നത് കപ്പലുകളുടെ മശാന ഭൂമി എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലെങ്കിൽ കപ്പലുകളുടെ മശാന ഭൂമിയാക്കി മാറ്റാറുണ്ട്. 1815 ആഗസ്റ്റ് 26-ാം തീയതി ചാപ്മാൻ എന്ന കപ്പൽ ഈ മുനമ്പിൽ ശക്തമായ ചുഴലിക്കാറ്റിൽ അകപ്പെട്ടു. അതവിടെ 2 ദിവസത്തോളം നീണ്ടു നിന്നു എന്ന് തോമസ് നോട്ടൺ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. തോമസ് നോട്ടനും സംഘത്തിനും സൃഷ്ടിച്ച ഭീതിയും ആകുലതയും വളരെ വലുതാണ്. ഈ സംഭവത്തെക്കുറിച്ച് നോട്ടൺ ഇപ്രകാരം എഴുതി: ഓരോ കടൽത്തിരയും ഞങ്ങളെ വിഴുങ്ങുവാൻ അടുത്തു വരുന്ന ഭീകരരൂപികളായിട്ട് തോന്നി. എന്നാൽ കടലിനെ തന്നെ ഉള്ളംകൈയിൽ വഹിക്കുന്നവൻ കാറ്റിനെയും കടലിനെയും ഞങ്ങൾക്ക് അനുകൂലമാക്കി കടൽ യാത്രയിൽ ഓരോ ഗുണവും ഓരോ നാഴികക്കല്ലാക്കി തീർത്തു. എന്നെ കേൾക്കുന്ന ദൈവവചനമേ, പ്രഥമ മിഷണറിയായിരിക്കുന്ന തോമസ് നോട്ടന്റെ അനുഭവമാണ് നാം കേട്ടത്. ദൈവരാജ്യത്തിന് വേണ്ടി റിസ്ക് എടുക്കുക എന്ന് പറയുന്നത് വെല്ലുവിളികളെ അതിജീവിക്കുന്ന ഒന്നാണ്. വെല്ലുവിളികളെ അതിജീവിച്ച പ്രഥമ മിഷണറിയാണ് തോമസ് നോട്ടൺ. അതുകൊണ്ട് ദൈവരാജ്യത്തിന് വേണ്ടി റിസ്ക് എടുക്കുവാൻ ഞാൻ നിങ്ങൾ തയ്യാറാകണം. ദൈവരാജ്യ സമൂഹം സത്യത്തിനും നീതിക്ക് വേണ്ടി നിലകൊള്ളുന്ന സമൂഹമാണ്.
God's kingdom community is a community that stands for truth and justice. ഇന്നത്തെ പഴയ നിയമഭാഗത്ത് യഹൂദ ജനത്തിനുണ്ടാകാൻ പോകുന്ന ഉന്മൂലന നാശത്തിൽ നിന്ന് അവരെ വീണ്ടെടുക്കുകയും സംരക്ഷിക്കുകയും ചെയ്ത എസ്തേർ രാജ്ഞിയെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. എസ്തേറിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന വേദത്തിലെ ഏക പുസ്തകമാണ് എസ്തേറിന്റെ പുസ്തകം. അവിടെ പറഞ്ഞത് ഹിന്ദു ദേശമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നാസിൽ തന്റെ ജനത്തെ സംരക്ഷിക്കുന്ന എസ്തേർ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ തിരിച്ചറിഞ്ഞവളാണ്. തൻ്റെതായ നിലപാടുകളിൽ ഉറച്ചു നിന്നവളാണ്. എസ്തേറിന്റെ പുസ്തകം ആരംഭിക്കുമ്പോൾ ശൂഷൻ രാജധാനിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രധാനമായി 5 കഥാപാത്രങ്ങൾ അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. പേർഷ്യ രാജാവായ അഹശ്വേരോഷ്, തൻ്റെ പ്രധാനമന്ത്രിയായ ഹാമാൻ, മൂന്നാം എസ്തേറിന്റെ മുൻഗാമി വസ്തി രാജ്ഞി, 4ാമത്തെ ആൾ രാജ്ഞിയായിത്തീർന്ന സുന്ദരിയായ യഹൂദ കന്യക എസ്തേർ, 5ാമത്തെ ആൾ എന്ന് പറയുന്നത് തൻ്റെ പുത്രിയായി ദത്തെടുത്ത് യൗവനം വരെയും എസ്തേറിനെ വളർത്തിയ അവളുടെ നീതിമാനായ ചിറ്റപ്പൻ മൊർദെഖായി. മൊർദെഖായി സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ രാജാവിനെതിരെയുള്ള ഒരു ഗൂഢാലോചന അറിയുകയും അത് വെളിച്ചത്തിൽ കൊണ്ടുവന്ന് രാജാവിൻ്റെ ജീവൻ രക്ഷിക്കുകയും ചെയ്ത വ്യക്തിയാണ്. മൊർദെഖായിയോടുള്ളതായ ഹാമാന്റെ പക എല്ലാ യഹൂദന്മാർക്കുമെതിരെ വ്യാപിച്ചു. അതായത് ഹാമാനും മൊർദെഖായും ബദ്ധശത്രുക്കളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വേണം എസ്തേറിന്റെ പുസ്തകം നാം പഠിക്കേണ്ടത്. തന്റെ പ്രധാനമന്ത്രിയായ ഹാമാൻ തന്റെ അധികാരം ഉപയോഗിച്ച് ഒരു നീച ഉപായം തയ്യാറാക്കുകയും ആധാർ മാസം 13-ാം തീയതി എല്ലാ യഹൂദന്മാരെയും നശിപ്പിക്കാനുള്ള ഒരു കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. വിശുദ്ധ വേദോസം പറയുന്നത് ഉപായ ലേഖനം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഹശ്വേരോഷ് രാജാവിനെ ചതിയിൽപ്പെടുത്തിക്കൊണ്ടാണ് ഈ കൽപ്പന എഴുതിയുണ്ടാക്കിയത്. യഹൂദന്മാരുടെ നാശം കണ്ടതായ മൊർദെഖായി ഈ സമയത്ത് എസ്തേറിനോട് പറയാണ്, ഈ സമയത്ത് നീ മിണ്ടാതിരുന്നാൽ യഹൂദ ജനം നശിച്ചു പോകും. അതുകൊണ്ട് നീ അഹശ്വേരോഷ് രാജാവിൻ്റെ രാജസന്നിധിയിലേക്ക് കടന്നു ചെല്ലണം. യഹൂദന്മാർക്ക് വേണ്ടി രാജാവിനോട് സംസാരിക്കുവാൻ, മധ്യസ്ഥത ചെയ്യുവാൻ മൊർദെഖായി എസ്തേറിന്റെ മേൽ സ്വാധീനം ചെലുത്തുകയാണ്. എല്ലാ യഹൂദന്മാരും ഉൾപ്പെട്ട 3 ദിവസത്തെ ഒരു ഉപവാസം പ്രസിദ്ധപ്പെടുത്തിയ ശേഷം ക്ഷണിക്കപ്പെടാത്തതായ വിരുന്നിലേക്ക് എസ്തേർ കടന്നു ചെല്ലുകയാണ്. സ്വന്തം ജീവൻ പണയപ്പെടുത്തി റിസ്ക് എടുത്താണ് എസ്തേർ ശൂഷൻ രാജധാനിയിലേക്ക് കടന്നു ചെല്ലുന്നത്. സിംഹാസനം മുമ്പിൽ ചെന്ന് അവൾ ഭയമില്ലാതെ നിഷ്കളങ്കതയോട് രാജാവിനെ കണ്ടു. രാജാവിൻ്റെ പ്രീതി സമ്പാദിച്ചു. ഹാമാന്റെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരികയും ചെയ്തു. മൊർദെഖായിക്ക് വേണ്ടി ഹാമാൻ തയ്യാറാക്കിയിരുന്ന കഴുമരത്തിൽ രാജാവ് ഹാമാനെ തൂക്കി. പ്രിയമുള്ളവരെ, ഈ വേദഭാഗം ചിന്തിക്കുമ്പോൾ യഹൂദ സമൂഹത്തിനു വേണ്ടി, അവരുടെ ജീവന് വേണ്ടി, അവരെ നാശം വീണ്ടെടുക്കാൻ വേണ്ടി എസ്തേർ എടുത്ത റിസ്ക് ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. ഹാമാനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കണം, അവനവൻ കുഴിക്കുന്ന കുഴിയിൽ അവനവൻ തന്നെ വീണു. ഞാൻ നിങ്ങളുമായിരിക്കുന്ന ജീവിതയാത്രയിൽ പലപ്പോഴും മറ്റുള്ളവരെ തകർക്കുവാൻ വേണ്ടി പല പദ്ധതികളും ആസൂത്രണം ചെയ്യും. പിന്നീട് നമുക്കത് വിനയായി തീരുകയും ചെയ്യും. ഇവിടെ എസ്തേർ അർപ്പണബുദ്ധിയും മൂല്യബോധമുള്ള പക്വതയുള്ള പെരുമാറ്റം കാഴ്ചവെക്കുകയും നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ്. എസ്തേറിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ ഒരു സ്ത്രീയാണെങ്കിലും ദൈവത്തിൻ്റെ അമിത ബലത്തിൽ ആശ്രയിച്ച് സമർപ്പിത മനോഭാവത്തോട് കൂടെ തൻ്റെ ജീവൻ നയിച്ച വ്യക്തിയാണ്.
അതുകൊണ്ടാണ് വസ്തിരാജ്ഞിക്ക് പകരം രാജ്ഞിയായിട്ട് ദൈവം തെരഞ്ഞെടുത്തത്. തന്റെ ജനത്തിന്റെ നാശത്തിനു വേണ്ടി എസ്തേർ വെല്ലുവിളികൾ സ്വീകരിച്ചുവെങ്കിലും ഈ നാളുകളിൽ സർവശക്തനായ ദൈവം എന്നെ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് ദൈവരാജ്യ സമൂഹത്തിനു വേണ്ടി സാഹസികരായി മുന്നോട്ട് നിലകൊള്ളുവാനും ജീവിക്കാനും വേണ്ടിയാണ്. അതുകൊണ്ട് എസ്തേറിനെ പോലെ നല്ല പ്രവർത്തനങ്ങളെ കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കണം. രണ്ടാമതായി ചിന്തിക്കുമ്പോൾ ദൈവരാജ്യ സമൂഹം ജീവൻ ത്യജിക്കുന്ന സമൂഹമാണ്. ഗോഡ്സ് കിങ്ഡം കമ്മ്യൂണിറ്റി ദാറ്റ്സ് സാക്രിഫൈസ് ലൈഫ്. മത്തായി സുവിശേഷം 10-ാം അധ്യായം 37 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ പോരാട്ടത്തെക്കുറിച്ചും ക്രൂശിനെ കുറിച്ചുമുള്ള ചിന്തകളാണ് നൽകുന്നത്. വിശ്വാസികളുടെ നിലയിൽ കുരിശ് വഹിക്കണമെന്നാണ് മത്തായി സുവിശേഷകൻ പറയുന്നത്. കുരിശ് ചുമന്നുകൊണ്ടുള്ള യാത്രയാണ് വിശ്വാസ ജീവിതം. അതുകൊണ്ട് സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും ഈ യാത്ര ചെയ്യാം. പക്ഷേ തോളിൽ കുരിശുണ്ടായിരിക്കുന്നതാണ് അഭികാമ്യമെന്ന് മത്തായി സുവിശേഷകൻ നമ്മോട് പറയുന്നുണ്ട്. കുരിശില്ലാതെയും യാത്ര ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതത്തിൽ വലിയ ഗുണമൊന്നും ലഭിക്കുവാൻ പോകുന്നില്ല. കുരിശുമായി യാത്ര ചെയ്യുക എന്നത് സ്വയം പരിത്യജിക്കുക എന്നാണ് അർത്ഥം. അതൊരു പോരാട്ടമാണ്. ഇന്നർ കോൺഫ്ലിക്റ്റ് എന്ന് പറയും. സ്വയമായിട്ടുള്ള സെൽഫുമായിട്ടുള്ള പോരാട്ടം. നമ്മുടെ ജീവിതത്തിൽ നാം എപ്പോഴും നമുക്കറിയാം, വിശ്വാസ ജീവിതം തിരഞ്ഞെടുക്കണമോ അല്ല ഭൗതികമായ നന്മകൾക്ക് വേണ്ടി നിൽക്കണമോ എന്നുള്ള ചിന്തയുണ്ട്. ക്രൂശ് വഹിക്കണമോ വേണ്ടയോ എന്നതിനെ ചൊല്ലി സ്വയമായിട്ടുള്ള പോരാട്ടം, അതിൽ കുറ്റം പറയാൻ സാധിക്കുകയില്ല. കർത്താവായ യേശുക്രിസ്തു പോലും ഗെത്സമനെ തോട്ടത്തിൽ പ്രധാനം പറഞ്ഞു, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീക്കണമേ എന്ന് കർത്താവ് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെയല്ലേ നിസ്സാരന്മാരായ ഞാൻ നിങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് കുരിശ് കടന്നു വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രകാരമായിരിക്കും. എന്നാൽ യേശു അവിടെ കൊണ്ട് അവസാനിപ്പിച്ചില്ല. എങ്കിലും എൻ്റെ സ്വയത്തിൻ്റെ ഇച്ഛയല്ല, ഹിതമല്ല, നിന്റെ സ്വർഗീയ ദൗത്യമാണ് പ്രധാനമെന്ന് യേശു പറയുകയാണ്. എൻ്റെ ഹിതമല്ല പിതാവേ, അങ്ങയുടെ ഹിതം നിറവേറണം. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ക്രൂശ് വഹിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹിതമല്ല, ദൈവത്തിൻ്റെ ഹിതത്തിനായി സമർപ്പണത്തോട് ജീവിക്കാൻ സാധിക്കണം. നാം കുരിശ് വഹിക്കുന്നതിലൂടെ വിലപ്പെട്ടത് പലതും ത്യജിക്കേണ്ടി വരും. ബോൺഹോഫർ എന്ന വേദ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്, ഒരു വ്യക്തിയെ ക്രിസ്തു വിളിക്കുന്നത് തന്നോടൊപ്പം ക്രൂശിക്കപ്പെടുവാൻ വേണ്ടിയാണ്. നഷ്ടസാധ്യതയെ സ്വീകരിക്കാനുള്ള ആഹ്വാനമാണ് യേശു നൽകുന്നത്. നമുക്കറിയാം, ഒരു ക്രിസ്ത്യാനി ആയതിലൂടെ ക്രൂശ് വഹിക്കുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ പലവിധമായ പ്രതിസന്ധികൾ നേരിടേണ്ടതായി വരും. കഷ്ടതയുണ്ടാകും, പരിഹാസം ഏൽക്കേണ്ടതായി വരും, ലജ്ജയുണ്ടാകും, ഒരുപക്ഷെ രോഗമുണ്ടാകും, വേർപാടുണ്ടാകും, നഷ്ടമുണ്ടാകും, വിലപ്പെട്ടതെന്തും തോന്നുന്നത് ത്യജിക്കേണ്ടി വന്നതായ സാഹചര്യം ഉണ്ടാവും. കുരിശ് വഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? മത്തായി സുവിശേഷകൻ വളരെ വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട്. 10-ാം അധ്യായം 37-ാം വാക്യം, എന്നേക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല. എല്ലാവരെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണമെന്നാണ് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മുടെ മക്കൾ പ്രിയപ്പെട്ടവരാ, ഒരുപക്ഷെ നമ്മുടെ അപ്പനും അമ്മയും ഒക്കെ പ്രിയപ്പെട്ടവരാ. ഇതിൻ്റെ അർത്ഥം അപ്പനെയും അമ്മയും അമ്മായിപ്പനെയും അമ്മായിമ്മയും ഒക്കെ നോക്കരുത് എന്നല്ല, ചവിട്ടി പുറത്താക്കരുത് എന്നാണ് അർത്ഥം. യേശു പറഞ്ഞത്, യേശു ദൈവമാണ്, രക്ഷിതാവും വീണ്ടെടുപ്പുകാരനുമാണ്, കുരിശ് വഴി നമ്മെ നിത്യതയോട് അടുപ്പിച്ചവനാണ്. ആ യേശുവിനെയാണ് നീ സ്നേഹിക്കേണ്ടത്. അപ്പനെ അമ്മയെക്കാൾ ഉപരി, മക്കളെക്കാൾ ഉപരി ദൈവത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന തിരുവചനം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പറഞ്ഞ്, തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല.
ഇന്ന് പാരമ്പര്യവാദികൾ, ക്രിസ്ത്യാനികൾ എന്ന് പറയുന്ന നമ്മുടെ ഭവനങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അറിയാം, യേശു ഈ വീടിൻ്റെ നായകൻ എഴുതി വെച്ചിട്ടുണ്ട്. സൈലൻ്റായിട്ടെന്ന് അറിയാം അതിനകത്ത് നടക്കുന്ന എന്താണെന്നുള്ളത്. നമുക്കറിയാം, ക്രിസ്ത്യാനികളായിട്ടുള്ളവർ ജീൻസിൻ്റെ പോക്കറ്റിലും ഷർട്ടിൻ്റെ പോക്കറ്റിലൊക്കെ എഴുതിയിട്ടുണ്ട് ജീസസ് ലവ്സ് യു. എൻ്റെ അനുഭവത്തിൽ കണ്ട ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരിക്കൽ കോട്ടയത്ത് ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുക. ഒരാൾ റിവേഴ്സ് എടുത്തപ്പോൾ ഒരു കാറിൻ്റെ ബമ്പറിൽ തട്ടി. അപ്പോൾ കാറിൻ്റെ ഉടമസ്ഥ ഇറങ്ങി വന്നിട്ട് ഭയങ്കരമായിട്ട് ചീത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ചു. ആ കാറിൻ്റെ ബമ്പറിൽ ഇപ്പോഴാണ് എഴുതിയിട്ടുണ്ട്, മൈ ബോസ് ഈസ് എ ജൂയിഷ് കാർപ്പൻ്റർ. അറിയാതെ തട്ടിയതാണ്. കർത്താവ് നമ്മുടെ മാസ്റ്ററാണ്. നമ്മുടെ ബോസ് എന്ന് പറഞ്ഞ ജൂയിഷ് കാർപ്പൻ്റർ ആയിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന് വായുന്ന വാക്കുകൾ എപ്രകാരമായിട്ടുള്ളതെന്ന് ഞാനിവിടെ പറയുന്നില്ല. നിയന്ത്രണം വിട്ട് സംസാരിച്ചതായ സാഹചര്യം ഉണ്ടായി. അതുകൊണ്ട് കുരിശ് എടുക്കുക എന്ന് പറഞ്ഞാൽ ബാഹ്യമായി കർത്താവിനെ കാണിക്കുക എന്നുള്ളതല്ല. ക്രൂശ് എടുക്കുക എന്ന അർത്ഥം മത്തായി സുവിശേഷം പറയുന്നത് കഷ്ടതയോ നിന്നയോ നാണക്കേടോ ഒന്നും കണക്കാക്കാതെ യേശുവിനെ രക്ഷിതാവായി അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് ദിനംതോറും അവനോടൊപ്പം ചേർന്ന് നടക്കുക. യേശു എന്ന തലയോളം വളരുക, അതാണ് യേശുവിനെ സ്വീകരിക്കുക അല്ലെങ്കിൽ ക്രൂശ് ഏറ്റെടുക്കുക എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്. രണ്ടാമത്തെ സുവിശേഷം എന്ന് പറയുന്ന ഒരു ചിന്തയുണ്ട്, ദിനംതോറും സ്വയത്തിൽ മരിക്കുക. ഇന്ന് മാനവരാശിയെ തകർക്കുന്ന ഒരു ചിന്ത ഈഗോ, ഞാൻ എന്ന ഭാവം, എല്ലാം ഞാനാണ്, ഞാൻ. മത്തായി സുവിശേഷകൻ 10-ാം അധ്യായം 39-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ജീവനെ കണ്ടെത്തുന്നവൻ അതിനെ കളയും. എന്റെ നിമിത്തം തൻ്റെ ജീവനെ കണ്ടെത്തുമെന്ന് അതിനെ കണ്ടെത്തും. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവായ യേശുക്രിസ്തു പറയുന്നതായ ചിന്തയിൽ കൂടെ എന്റെ നിമിത്തം ജീവനെ കണ്ടെത്തുവാൻ, ജീവനെ കളയുന്നവൻ അതിനെ കണ്ടെത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്രൂശ് ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ കർത്താവിനോടൊപ്പമായി തീരുക എന്നുള്ള ചിന്തയാണ്. രണ്ട് മാർഗങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് എപ്പോഴും കടന്നു വരാം. ഒന്നെങ്കിൽ ജീവനെ സുരക്ഷിതമാക്കുക. ഇന്ന് അനേകരും കംഫർട്ട് സോണിലാണ് അല്ലേ? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ 65 വയസ്സ് താഴെയുള്ളവരും 10 വയസ്സ് മുകളിലുള്ളവരും നിരവധി ആൾക്കാരുണ്ട്. പലർക്കും ദേവാലയത്തിൽ കടന്നു വരാൻ താല്പര്യമില്ല. സുരക്ഷിതമായ സ്ഥാനത്ത് നിൽക്കുവാനും ആഗ്രഹിക്കുകയാണ്. ഇവിടെ കർത്താവ് പറയുക, സാക്രിഫൈസ് യുവർ ലൈഫ് എന്ന് പറയുന്നത് ജീവനെ ത്യജിക്കുക. എന്റെ നിമിത്തം ജീവനെ ത്യജിക്കുകയാണെങ്കിൽ സമൃദ്ധിയായിട്ടുള്ള അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുന്നത്. അവിടെ ശരിയായ പോരാട്ടം നടക്കുന്നത് അകമയാണ്. സ്വാർത്ഥതയും പരിത്യാഗം തമ്മിലുള്ളതായ ഒരു പോരാട്ടമുണ്ട്. സെൽഫിഷ്നെസ് ആൻഡ് സാക്രിഫൈസ് എപ്പോഴും നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഞാൻ ഇത് ചെയ്യുന്നത് കൊണ്ട് എനിക്കെന്ത് ലഭിക്കും, എന്ത് കിട്ടും? പരിത്യാഗം ത്യജിക്കുക എന്ന് പറഞ്ഞാൽ വളർച്ചയും ഫലമുണ്ടാകുമെന്ന് സുവിശേഷകൻ പറയുകയാണ്. യോഹന്നാൻ സുവിശേഷം കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ധാന്യശേഖരം, ഗോതമ്പിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് കുട്ടയിലും കൂടയിലും പത്തായത്തിലും ഇരുന്നാൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്രമേണ നിറം കെട്ട് കേടായി പോകുന്നതായി സാഹചര്യമാണ്. എന്നാൽ പത്തായത്തിലായിരിക്കുന്നതായി ഈ ഗോതമ്പ് മണ്ണിലേക്ക് ചെളിയിലേക്ക് എറിഞ്ഞാൽ 100 മേനി ഫലമുണ്ടാവും. ദൈവജനമേ, പത്തായത്തിൽ സുഖവും സുരക്ഷിതവും സുഹൃതമുണ്ടെങ്കിൽ ദൈവം എന്നെക്കുറിച്ച് നിങ്ങളെക്കുറിച്ചും ആഗ്രഹിക്കുന്നത് 100 മേനി ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കണം എന്നുള്ള ചിന്തയാണ്. ഇത് മണ്ണിലേക്ക് എറിയുമ്പോൾ, ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്കായി ഇറങ്ങിത്തിരിക്കുമ്പോൾ നിലത്തിൽ അതിലൂടെ ചെളി പറ്റും, മറ്റുള്ളവർ ചവിട്ടും, ദുഷിക്കും, നമ്മുടെ വിലയേറിയ സമയം നഷ്ടപ്പെട്ടെന്ന് തോന്നും. പിന്നെ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം. പിന്നെ കിളിർത്ത് വളർന്നു ഫലം കായ്ക്കുന്ന അനുഭവമുണ്ട്. യേശു സ്വർഗീയ മഹത്വം വെടിഞ്ഞ് താഴേക്ക് വന്നവനാ. പിതാവിനുള്ള സമത്വം മുറുകെ പിടിക്കാതെ ആ മഹത്വം വെടിഞ്ഞ് താഴേക്ക് വന്നുകൊണ്ട്
പാവമാലിന്യ കൂമ്പാരത്തിലേക്ക് അവർ മനുഷ്യവർഗത്തിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടിയുള്ള വരവായിരുന്നു. എൻ്റെ നിങ്ങളുടെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള വരവായിരുന്നു. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ്റെ പുത്രനെ പോലെ ആകണമെന്നുള്ള ചിന്തയാണ്. അവൻ കുരിശ് വഹിച്ചു, നാം നമ്മുടെ കുരിശ് വഹിക്കുവാൻ തയ്യാറാകണം. എന്നെ കേൾക്കുന്ന ദൈവച്ചനമേ, ദൈവരാജ്യത്തിന് വേണ്ടി റിസ്ക് എടുക്കുക എന്ന് പറഞ്ഞാൽ എസ്തേർ യഹൂദ സമൂഹത്തിന് വേണ്ടി റിസ്ക് എടുത്തതുപോലെ, പ്രഥമ മുസ്ലിമായിട്ട് തോമസ് നോട്ടൻ നിങ്ങളിൽ നിന്ന് നമ്മെ ഉദ്ധരിക്കുവാൻ വീണ്ടെടുക്കുവാൻ റിസ്ക് എടുത്തതുപോലെ, കർത്താവ് എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ക്രൂശെടുത്തതുപോലെ ഞാൻ നിങ്ങൾ ക്രൂശെടുക്കുവാൻ തയ്യാറാകണം. ആ ക്രൂശ് എടുക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ദൈവരാജ്യ സമൂഹത്തെ പണിയാൻ സാധിക്കുകയുള്ളൂ. അവരോട് പറയുകയാണ്, എന്നെക്കാൾ അധികം അപ്പനെയോ അമ്മയോ പ്രിയപ്പെടുന്നവർ എനിക്ക് യോഗ്യനല്ല. നമുക്ക് പ്രിയപ്പെട്ടതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് കർത്താവിൻ്റെ ക്രൂശെടുക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വചനങ്ങളാൽ എന്നെ നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവ് ദൈവത്തിനും സകല ബഹുമാനമഹത്വം കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. നിക്കിയ വിശ്വാസ പ്രമാണം നമുക്ക് ചേർന്ന് പ്രഖ്യാപിക്കാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെ ഭൂമിയെ കാണപ്പെടുന്നവയും കാണപ്പെടാത്തതുമായുള്ള സർവ്വേഷ്ഠനായ ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകജാതന ഒത്തനായ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നു. അവർ സർവ്വലോകത്തിന്റെ പിതാവിന് ജനിക്കപ്പെട്ടവൻ, ദൈവത്തിന് ദൈവം, പ്രകാശത്തിന് പ്രകാശം, സത്യദൈവത്തിന് സത്യദൈവം, ജനിക്കപ്പെട്ടുണ്ടാക്കപ്പെട്ടവനല്ല, പിതാവിന്റെ യുക്തമുള്ളവൻ. അവൻ ആശ്രയങ്ങളുണ്ടായി, അവൻ മനുഷ്യനോട് രക്ഷയ്ക്ക് വേണ്ടി സ്വർഗ്ഗിറങ്ങി, വിശുദ്ധാത്മാവനാക്കന്യ നിറച്ച് മനുഷ്യനായി തീർന്നു. പൊന്തിയോസ് പിലാസിൽ നമുക്ക് രക്ഷിക്കപ്പെട്ടു, അവൻ കഷ്ടപ്പെട്ടു, പുറപ്പെട്ടു, കയറി അവൻ ചുള്ളയെ മരിച്ചനായിപ്പാൻ പത്തോട് വീണ്ടും വരും. അവന്റെ ആയത്തിന് അവസാനം ഉണ്ടാവുകയില്ല. കർത്താവ് ജീവിക്കുന്നത് പിതാവിനും പുത്രനും പുറപ്പെടുന്നതിനും പിതാവ് നീക്കപ്പെട്ട് മഹത്വപ്പെടുന്നതിനും പ്രായച്ചിനെ കൊണ്ട് പറച്ചിനുമായി വിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു. ആധുനിക അപ്പോസ്തലനുമായ വിശ്വസിനെ വിശ്വസിക്കുന്നു. പാപത്തിലുള്ള വ്യത്യസ്തമായി അനുസരിക്കുന്നു. മരിച്ചയുടെ പുനരുത്ഥാനത്തിനും ഒരുപാട് ലോകത്തിലെ ജീവനും ഞാൻ കാത്തിരിക്കുന്നു. ആമീൻ. എല്ലാവർക്കും ശാന്തമായിട്ടിരിക്കാം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. നോട്ടീസായി ചില കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. നെക്സ്റ്റ് സൺഡേ 9 AM വർഷിപ്പ് ആരംഭിക്കുന്നു. ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരിക്കും. COVID-19 പ്രോട്ടോകോൾ അനുസരിച്ചായിരിക്കും നമ്മുടെ ആരാധന നടത്തപ്പെടുന്നത്. ഈ നാളുകളിൽ നമ്മുടെ സർവേ പ്രസാരിക്കുന്ന രജിത്ത് ഡുവൻ അറിയിച്ച പ്രകാരം നമ്മുടെ ഓഫർട്രി, തൈത്ത്, സ്പെഷ്യൽ താങ്ക്സ്, ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഇതെല്ലാം നമ്മൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കാറുള്ളതായ കാര്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ട്രാൻസ്ഫർ ചെയ്യാം, അല്ലെങ്കിൽ ആരാധന ആരംഭിച്ചതുകൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്ന് നൽകാം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും പലരും വളരെ കൃത്യതയോടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അവരെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ മാർച്ച് മാസം മുതൽ ഈ സമയം വരെയും നമ്മുടെ സഭയുടെ സാമ്പത്തിക ഭദ്രത വളരെ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മളൊക്കെയും ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ വിവിധ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ സാമ്പത്തികമായ മുഖാന്തരങ്ങളെ ഒരുക്കുവാനും ഞാൻ നിങ്ങൾ തയ്യാറാകണം. എങ്കിൽ മാത്രമേ നമ്മുടെ സഭ സാമ്പത്തികമായി ആത്മീയമായി വളർച്ച പ്രാപിക്കുകയുള്ളൂ. നമ്മുടെ സൺഡേ സ്കൂളിൽ ക്ലാസ് ഓൺലൈൻ ക്ലാസ്സായി നടത്തപ്പെടുകയാണല്ലോ. സീനിയർ ക്ലാസ്സുകൾ ഇന്നു മുതൽ ദേവാലയത്തിൽ വെച്ച് നടത്തപ്പെടുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനുള്ള ക്രമീകരണം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിമൻസ് ഫെലോഷിപ്പിൻ്റെ ബൈബിൾ സ്റ്റഡി ക്രമമായി നടന്നു വരുന്നു. 7:30 ആകുന്നുവല്ലോ എല്ലാ സൺഡേയിലും.
അതിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുകയും ചെയ്യുന്നു. കോട്ടേജ് പ്രെയറൊക്കെയും സൂം പ്ലാറ്റ്ഫോമിൽ നിരവധി നടന്നു. ഇനി ആഗ്രഹിക്കുന്നവർ അച്ഛനുമായി ബന്ധപ്പെട്ട് ക്രമീകരിക്കുക. ദേവാലയ നിർമ്മാണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ അറിയിച്ചു കൊള്ളട്ടെ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുക. നമ്മുടെ ചിരകാല അഭിലാഷമായ സ്വന്തം പള്ളിയുടെ നിർമ്മാണം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ആരംഭിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ചയിൽ ആലയത്തിൽ കൂടിയിരിക്കുന്ന ഏവരുടെ മധ്യത്തിൽ വെച്ചാണ് വർക്ക് ഓർഡർ കൈമാറിയതും തുടർന്ന് അഡ്വാൻസ് കൊടുത്തതും. നിങ്ങളെല്ലാവരും അതിൽ പലരും സംബന്ധിച്ചവരാണ്. അതിൻ്റെ ഭാഗമായിട്ട് ബിൽഡിംഗ് സെക്രട്ടറി ആയിരിക്കുന്ന ബോബ് പി ജോൺ, കമ്മിറ്റിക്കാരായിരിക്കുന്ന മിനോ പി മാത്യു, കോശി പി തോമസ്, റിഹിത് എഡ്വിൻ, ബാബു മാത്യു നമ്മൾ ആ സൈറ്റിലേക്ക് കടന്നു ചെല്ലുകയും കോൺട്രാക്ടറുമായിട്ടുള്ള എഗ്രിമെൻറ്റിൽ പ്രാർത്ഥനയോട് പണി ആരംഭിക്കുകയും ചെയ്തു. നമ്മുടെ യാത്രാ സ്ഥലത്ത് സമീപത്തുള്ള നമ്മുടെ ആലയത്തിൽ കൂടി വരുന്ന എല്ലാവരെയും വിളിച്ചറിയിക്കുകയും പക്ഷെ അവർക്കെയും പല കാരണങ്ങൾ പറഞ്ഞ് കടന്നു വരുവാൻ സാധിക്കുന്നില്ല എന്ന് അറിയിക്കുകയുണ്ടായി. തുടർന്ന് എക്സവേഷൻ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. മണ്ണ് കുഴിച്ചെടുത്ത് മാറ്റുകയുണ്ടായി. മുൻകാലങ്ങളിൽ പോലെ അയൽവാസികളായിരിക്കുന്ന ശ്രാവണ ശ്രീകാന്തൊക്കെ അവിടെ കടന്നു വന്നു. അവർ പറഞ്ഞു, ഞങ്ങളുടെ ലാൻഡ് പർച്ചേസ് ചെയ്യാതെ നിങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന്. ദൈവകൃപയാൽ നമ്മുടെ NOCയും ഫൈനൽ ഡോക്യുമെൻറ്റും ഗവൺമെൻറ്റിൻ്റെ എല്ലാ ഡോക്യുമെൻറ്റും കാണിച്ചപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി. ഞങ്ങളുടെ സ്ഥലത്താണ് ദേവാലയം പണിയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സ്ഥലം ഞങ്ങൾ ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ പണി നടക്കുന്നത് മേടക്ക് ഡയസിസ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള യാപ്പാലിലെ സ്ഥലത്ത് മാത്രമാണ്. ഈ ദിവസങ്ങളിൽ പലരും എന്നെ വിളിച്ചു ചോദിച്ചു, ലാൻഡിൻ്റെ പ്രോബ്ലം തീർന്നോ എന്നുള്ളത്. എന്നാൽ ആ ലാൻഡ് എടുത്താൽ നമുക്ക് ഉപകാരപ്രദമാണ്. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥനയോടെ ആയിരിക്കുക. അതിൻ്റെ നെഗോഷിയേഷനൊക്കെയും നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രോജക്റ്റൊക്കെയും വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്നത് മേരി ഡൈസിൻ്റെ ബിഷപ്പായിരിക്കുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ S. സോമരാജ് തിരുമേനിയുടെ നിർദ്ദേശപ്രകാരമാണ്. കാരണം എന്തു പറഞ്ഞാലും നാം മേഡക് ഡൈസിൻ്റെ അണ്ടറിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. പല സംശയങ്ങൾ എന്നോട് ചോദിച്ചു, നമ്മളെന്തിനാ മേഡക് ഡൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളത്? CSCയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചുകൊണ്ട് നാം ഏത് ഡൈസിൻ്റെ അണ്ടറിലാണ് നിൽക്കുന്നുവെങ്കിൽ അവിടുത്തെ നിയമങ്ങളാണ് നാം പാലിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. ലാൻഡ് പർച്ചേസ് ചെയ്യുന്നുള്ളത് നമുക്ക് ആവശ്യമാണ്. അതിനുള്ള നെഗോഷിയേഷനൊക്കെ നടക്കുന്നുണ്ട്. പലരും ചോദിച്ചു, നാളെ അവരെന്തെങ്കിലും ചെയ്യുമോ? ചെയ്യേണ്ട സമയം കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ലാൻഡ് മാത്രം വേർതിരിച്ച് അതിലാണിപ്പോൾ പണി നടക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഇലക്ട്രിക് കമ്മീഷൻ ലഭിച്ചു. ബോർവെലിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഉടൻ ലഭിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ നാളുകളിൽ സവവിശ്വാസികളുടെ പ്രാർത്ഥന ഉണ്ടാകേണ്ടത് മൺമറിഞ്ഞു പോയ അനേകം പൂർവ്വപിതാക്കന്മാരുടെ ആഗ്രഹമാണ്. നമ്മുടെ ആൻറ്റിമാരുടെയും അങ്കിളുമാരുടെയും കഴിഞ്ഞ 3 വർഷത്തെ ശുശ്രൂഷയുടെ മധ്യേ ആൻറ്റിമാരും അങ്കിളുമാരൊക്കെ പറഞ്ഞിട്ടുള്ളത് ഞാൻ കേട്ടിട്ടുള്ള വ്യക്തിയാണ്. ആദ്യം നാം ദൈവസന്നിധിയിൽ നന്ദിയുള്ളവരായി തീരാൻ സാധിക്കണം. ഞാനിത് പറയുന്ന കാരണം ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി വളരെയധികമായി പ്രാർത്ഥിച്ചൊരു വ്യക്തിയാണ്. ഇത് ആരംഭിച്ച നിമിഷം മുതൽ ദൈവസന്നിധിയിൽ നിന്നേ പറയട്ടെ, 5 മണിയാകുമ്പം അലാറം വെച്ച് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണ്. ഒരു ദേവാലയ നിർമ്മാണം എന്ന് പറയുന്നത് നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അത് ദൈവത്തിൽ ആശ്രയിച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒന്നാണ്. ഈ ആഴ്ചയിൽ പലരും എന്നെ വിളിച്ചു ചോദിച്ച ഒരു മറ്റൊരു കാര്യം, ആദ്യം കണ്ടുകൊണ്ടിരുന്നതായ എലിവേഷൻ
പള്ളിയിലൊരു പടമുണ്ട്, അതെന്താണ് മാച്ചി എന്നുള്ളത്. നമ്മൾ 2014 ഈ പ്രോജക്റ്റിന് ബഡ്ജറ്റ് ഇടുമ്പോൾ അന്ന് കുറച്ച് പൈസ മതിയായിരുന്നു. ഇന്ന് ആ പടത്തിലുള്ളതായ പ്രോജക്റ്റ് എലിവേഷൻ തീർക്കണമെങ്കിൽ 5.25 കോടി രൂപ വേണ്ടി വരും. അതുകൊണ്ടാണ് സ്ട്രക്ചറൽ എഞ്ചിനീയറും എല്ലാം ആലോചിച്ച് സ്ട്രക്ചർ മാറ്റാതെ എലിവേഷൻ മാറ്റിക്കൊണ്ടുള്ള ക്രമീകരണം ചെയ്തത്. അത് പലപ്പോഴും പറയണം, പക്ഷേ നമുക്ക് സാമ്പത്തികം ഒത്തുവരികയാണെങ്കിൽ ആ പഴയ എലിവേഷൻ തന്നെ ചെയ്യണമെന്നുള്ള ആഗ്രഹമാണ് നമുക്കുണ്ടായിരുന്നത്. ഇത് പുറമേ ഒരു ഡിസൈനേ ഉള്ളൂ. നമ്മുടെ പള്ളിക്ക് അകത്ത് മനോഹാരിത മതി. ഞാൻ പറഞ്ഞതിൻ്റെ കാരണം, നമുക്ക് പ്ലാനിലൊന്നും മാറ്റം വരുത്താൻ സാധിക്കില്ല, സ്ട്രക്ചർ പ്ലാൻ. കാരണം ഫസ്റ്റ് ആപ്ലിക്കേഷൻ കൊടുത്തിരിക്കുന്ന അപ്രകാരമാണ്. എന്നാൽ ഒരു 6 പ്രാവശ്യമെങ്കിലും ഇത് റിവേഴ്സ് ചെയ്തിട്ടുണ്ട്. കാരണം അത് വ്യക്തമായിട്ട് എനിക്കറിയാം. അതുകൊണ്ട് ഇത് എല്ലാവരും സംബന്ധിക്കുക. ഇതിനോടകം പലരും ഞങ്ങൾക്ക് പഴയ പ്ലാനാണ് താല്പര്യം. 5 കോടി കൊണ്ട് പണിത് ഒരു കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആകെ ഉള്ളത് 1 കോടി രൂപയാണ്. ഇപ്പോഴത്തെ പ്രോജക്റ്റിന് 3.5 കോടിയെങ്കിലും വേണ്ടി വരും. ഇപ്പോഴത്തെ പ്രോജക്റ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്ന BOQ അനുസരിച്ച പണിനനുസരിച്ച് കാശ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റമാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് കാലഘട്ടത്തിനനുസരിച്ചുള്ളതായ മാറ്റങ്ങൾ നമുക്കറിയാം. COVID-19 കാലഘട്ടമാണ്. പഴയ കാലഘട്ടത്തിൽ ഫണ്ട് വരാൻ സാധ്യത കുറവാണ്. ഇതിനോടകം തന്നെ പലരും പറഞ്ഞു, ഞങ്ങൾക്ക് നാട്ടിൽ വലിയ പള്ളി ഉള്ളതുകൊണ്ട് വലിയ സപ്പോർട്ടെന്ന് വിചാരിക്കുന്നത് പറഞ്ഞിട്ടുണ്ട്. തോമസ് നോട്ടനൊക്കെ ഇംഗ്ലണ്ടിൽ നല്ല പള്ളിയൊക്കെ ഉണ്ടായിരുന്നവരാ. അവർ നമുക്ക് പലതും ദാനമായി നൽകിയത് കൊണ്ടാണ് നമ്മുടെ കോട്ടയം കത്തീഡ്രലും അതുപോലെ ആലപ്പുഴ ചർച്ചൊക്കെ ഉണ്ടായെന്നുള്ള ചിന്തിക്കണം. കഴിഞ്ഞ നിമിഷം വരെയും നമ്മൾ ഈ ഹൈദരാബാദ് സഭയുടെ അനുഗ്രഹങ്ങൾ നേടിയെടുത്തവരാം. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണം പങ്കാളിത്തം ഉണ്ടാകണമെന്നാണ് ഒരു ഇടവുകാരി നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുകൊണ്ട് പഴയ പ്ലാനാണ് നിങ്ങൾ പൈസ തരാം, പുതിയ പ്ലാനാണ് തരുന്നത്, അതൊക്കെ ഒരു മൂഢമായ ചിന്താഗതി എന്ന് ഞാൻ പറയത്തുള്ളൂ. പലപ്പോഴും ആദ്യത്തെ പ്ലാൻ മാറ്റി ചെയ്തിട്ടുണ്ട്. ഞാൻ 3 പള്ളിയും 1 പാരിഷ്കാലും 2 പാസ്റ്റേജും പൂർത്തീകരിച്ച ആളാണ്. നമ്മുടെ മധ്യകേരള മഹാരിൽ പുന്നപ്പുറ, വെള്ളൂർ പള്ളികൾ, പെരുവ, കടത്തൂർ പാസ്റ്റേജ്, ചാമള പാരിഷ്കാള്. അപ്പോഴേക്ക് ആദ്യത്തെ പ്ലാനിന് വ്യത്യസ്തമായിട്ട് പല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചത്. അത് പുതിയ എലിവേഷൻ പ്ലാൻ ഫിനിഷ് വർക്ക് ചെയ്യുമ്പോൾ 3.5 കോടിയോളം വരും. അത് വേണോ 5.5 കോടിയുടെ പള്ളി വേണോ എന്നുള്ളത് ചിന്തിക്കുക. ഞാൻ പറഞ്ഞ കാരണം ഈ 3.5 കോടി എങ്ങനെ ഉണ്ടാകുന്നുള്ള ചിന്തയിൽ കൂടി നാം ഇരിക്കുന്നത്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിച്ചെങ്കിൽ സർവശക്തനായ ദൈവം ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് സമൃദ്ധിയായി നമ്മെ അനുഗ്രഹിക്കുകയുള്ളൂ. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, മുൻകാലങ്ങളിൽ വില്ലേജിന്റെ സമയത്ത് നല്ലൊരു സ്പോൺസർഷിപ്പ് കിട്ടിയിട്ടുണ്ട്. സാധനങ്ങളായി, ഉപകരണങ്ങളായി, സാമ്പത്തികമായി സ്പോൺസർ ചെയ്ത പ്രിയപ്പെട്ടവരുണ്ട്. ഈ നോട്ടീസ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർ എന്താണ് താങ്കൾ സ്പോൺസർ ചെയ്തു എന്നുള്ളത് അറിയിച്ച വളരെ ഉപകാരപ്രദമാണ്. മറ്റൊരു കാര്യം, അന്ന് എന്ത് സാമ്പത്തികം ഞങ്ങൾ നൽകാമെന്ന് ഏറ്റിട്ടുള്ളവർ അത് അറിയിച്ചാൽ തുടർന്ന് നമുക്ക് ആ ഒരു ബേസിൽ വേണം മുമ്പോട്ട് കാര്യങ്ങൾ പോകേണ്ടത്. CSI സഭയെ സംബന്ധിച്ച് നമുക്കറിയാം എത്രമാത്രം സാധനങ്ങളും ഉപകരണങ്ങളൊക്കെ വേണ്ടെന്നൊക്കെ. നമ്മുടെ സ്ട്രക്ചർ തീർത്ത് ഒരു ദേവാലയമെങ്കിലും പൂർത്തീകരിക്കാനുള്ളതായ സാഹചര്യം നമുക്കുണ്ടാകണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്ന ഒന്ന് പ്രാർത്ഥനയാണ്, മറ്റൊന്ന് സാമ്പത്തികമായ മുഖാന്തരങ്ങൾ സഹകരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ പലരും പല കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ദേവാലയത്തിന് മധ്യ പറയുന്നില്ല. അത് നമ്മുടെ പുനഃപരിശോധനയ്ക്ക് നമുക്ക് തന്നെ വിടാം. നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ആഗ്രഹ അഭിലാഷമാണ് ഒരു ദേവാലയം. നമുക്കറിയാം, നാട്ടിൽ എല്ലാവർക്കും പള്ളിയുണ്ട്, മനോഹരമായ പള്ളികളുണ്ട്. ഹൈദരാബാദിൽ ജനിച്ചു വളർന്നവർ ഇന്ന് നാട്ടിലേക്ക് പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല.
എന്നാൽ ചില വ്യക്തികൾ ഇവിടെ ജോലി കയറുന്ന പ്രിയപ്പെട്ടവരൊക്കെ എന്നോട് ഓഫർ ചെയ്തിട്ടുണ്ട്, അച്ഛൻ ഞാൻ എൻ്റെ കഴിവിനനുസരിച്ച് ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി നൽകാം, അവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് തമ്പുരാൻ നമ്മളെയും നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെയും വളരെയധികമായി രക്ഷിച്ചു എന്നുള്ള ചിന്ത നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ചതുപോലെ മനസ്സോടെ സന്തോഷത്തോടെ ഔദാര്യമായിട്ട് നല്ല ഉദ്ദേശത്തിൽ ദൈവം അനുഗ്രഹിച്ച അനുഗ്രഹപ്രദമായി ദേവാലയ നിർമ്മാണത്തിന് വേണ്ടി കൊടുക്കുവാൻ തയ്യാറാകണം. ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ മാത്രമല്ല ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, ഈ നോട്ടീസ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണ്. നമുക്കറിയാം, ആരാധനയുടെ പ്രാരംഭം കാണുകയും നോട്ടീസ് സമയം പിന്നെയും മറ്റും ഓണാക്കുകയും ചെയ്യുന്നത് ഉണ്ടായിരിക്കുന്നത് മനസ്സിലാക്കാൻ മതി. നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ, ഈ 6 മാസത്തെ ടെക്നോളജിയും സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. എങ്കിൽ തന്നെയും ആളുകൾ വേണ്ടത് നമുക്ക് ഓരോരുത്തർക്കുമാണ്. ഞാൻ ആരും നിർബന്ധിക്കത്തില്ല. തിരുവചനം പറയും, നിർബന്ധത്താട്ടും ശാഠ്യത്താലാട്ടത് സന്തോഷത്തോട് കൊടുക്കും ദൈവം സ്നേഹിക്കുന്നത്. മധ്യകാല മഹായിടവ ഒരു പുതിയ നിലയിൽ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അതിനനുസൃതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു ദേവാലയം ഉണ്ടാകുവാൻ എല്ലാവരും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്. മറ്റൊരു കാര്യം ഓർമ്മപ്പെടുത്താനുള്ളത്, ഈ നാളുകളിൽ ഭവനങ്ങളിൽ വിസിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എന്നുവെച്ചാൽ ദേവാലയത്തിൻ്റെ ആവശ്യങ്ങൾക്കായി. പക്ഷെ ചിലർ പറഞ്ഞിരിക്കുന്ന, അച്ഛാ കോവിഡ് കാലഘട്ടത്തിൽ വരണമെന്ന് ഞങ്ങൾ പറയത്തില്ല, ഞങ്ങൾ ആരെയും കയറ്റാറില്ല, ആരെങ്കിലും വന്നാൽ തന്നെ പുറത്തുനിന്ന് സംസാരിക്കുന്നത്. ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ കമ്മിറ്റിയങ്ങൾ അച്ഛനും വിസിറ്റ് ചെയ്യുന്നതാണ്. ഇത് ഞാൻ വ്യക്തമായിട്ട് പറയുന്നത് കാരണം അച്ഛനും കമ്മിറ്റിയങ്ങളും വന്നിട്ട് ആർക്കും പ്രയാസം ഉണ്ടായിക്കഴിഞ്ഞ് പറഞ്ഞാൽ അച്ഛൻ വന്നിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പോകാൻ പറയരുത്. ഇത് മുൻകൂട്ടി പറയുന്നതിൻ്റെ കാരണം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടിയാണ്. സ്നേഹത്തിൽ അച്ഛൻ എൻ്റെ ഭവനത്തിൽ വന്നാൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വന്നോളാം, ആ പ്രോട്ടോകോൾ അനുസരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തോളാം. ഞാനിപ്പോൾ മാസ്ക് ഊരിയെന്ന് എന്തെന്ന് ചോദിച്ചാൽ വ്യക്തമാകാൻ വേണ്ടി നമുക്കറിയാം, ഒത്തിരി നേരം മാസ്ക് വെച്ചാൽ എൻ്റെ കാര്യം എങ്ങനെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥന ആവശ്യപ്പെടുകയാണ്, എല്ലാവരും സഹകരിക്കുക. ഈ പ്രോജക്റ്റ് പൂർത്തീകരിക്കേണ്ട നമ്മുടെ, ഞാനിത് പ്രോജക്റ്റ് NOC അല്ലെങ്കിൽ ലാസ്റ്റ് ഫൈനൽ ഡോക്യുമെൻ്റ് കിട്ടിയപ്പോൾ എല്ലാവരും വിളിച്ച് അറിയിച്ചിട്ടുള്ളതാണ്. ആരെയും മാറ്റി നിർത്തിയിട്ടില്ല. ഒരു പുരോഗതി നിലയിൽ എത്രമാത്രം താഴാവുന്ന അത്രമാത്രം താഴ്ന്നുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. കാരണം ഈ നാളുകളിൽ തിരുവചനം പഠിക്കുമ്പോൾ ദൈവം നമ്മോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് ക്രൂശ് എടുക്കുക, ത്യജിക്കുക എന്നുള്ള ചിന്തയാണ്. അതുപോലെ തന്നെ ഈ COVID-19 പഠിപ്പിച്ച പല പാഠങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അത് പറഞ്ഞുവല്ലോ. അതുകൊണ്ട് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് ദൈവം നൽകുന്ന അനുഗ്രഹം കൊത്തി ജീവിപ്പാൻ ദൈവത്തിന് വിശുദ്ധാത്മാവ് എന്നെ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ഈ നാട് വളരെ ആത്മാർത്ഥതയോടെയാണ് എന്നോടൊപ്പം നിൽക്കുന്ന കമ്മിറ്റിക്കാർ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവരെ ഓർത്ത് ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുക. കഴിഞ്ഞ കാലങ്ങളിൽ ഇതിനുവേണ്ടി അധ്വാനിച്ച പ്രിയപ്പെട്ടവരുണ്ട്. ആരും പേരെടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവർക്കും വേണ്ടി നന്ദി പറഞ്ഞതാണല്ലോ. അവരെ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. അതുകൊണ്ട് ഈ പ്രോജക്റ്റ് പൂർത്തീകരിപ്പാൻ സർവശക്തനായ ദൈവം നമ്മളെ ഓരോരുത്തരെ എടുത്തു വയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബർത്ത് ലിസ്റ്റ് വായിക്കുന്നു, ഉണ്ടെങ്കിൽ മുന്നോട്ട് കടന്നു വരാം. മാസ്റ്റർ അച്ചു ഉമ്മൻ, മിസ്സസ് എവലിൻ സി കോശി, മിസ് ഗ്രേസ് ധോണിപ്പിലി, മിസ്റ്റർ കോശി പി തോമസ്. അതിനുശേഷം വെഡിങ് ആനിവേഴ്സറി മിസ്സസ് ആൻഡ് മിസ്റ്റർ വർഗീസ് ജേക്കബ്. ബർത്ത്ഡേക്കുള്ളത് കൊണ്ടുവരാം. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥാ, എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും എന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരം വിശ്വനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ജീവന്റെ പരിപാലകനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, നിന്റെ മക്കൾക്ക് പുതിയൊരു വർഷത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നൽകിയ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന നാഥനെ,
അവിടുത്തെ പ്രിയ മക്കളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബസ്ഥരായ പ്രിയപ്പെട്ടവരെയും പഠിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പുതിയ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിയണമേ. ദൈവസ്നേഹത്തിൽ കർത്താവ് നിലകൊള്ളുവാനും ജീവിപ്പാൻ ശക്തിയിരിക്കണമേ. ദൈവം നൽകിയ എല്ലാ മുഖാന്തരങ്ങൾക്കുമായി സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യാണ്. ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ സകലവിധമായ ആപത്ത് അനർത്ഥങ്ങളെല്ലാം വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഓരോ പ്രിയ മക്കളെയും നൽവരങ്ങളാ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവത്തിന്റെ നന്മയേക്കാളും സന്തോഷം ഇങ്ങോട്ട് നിലച്ചുകൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ. വെഡിങ് ആനിവേഴ്സറി മിസ്റ്റർ ആൻഡ് മിസ്റ്റർ വർഗീസ് ജേക്കബ്. പ്രാർത്ഥിക്കാം. സകല കുടുംബങ്ങൾക്കും കാരണഭൂതനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന അവിടുത്തെ പ്രിയ മക്കളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം നൽകിയ എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന സ്തുതിക്കുന്ന നാഥനെ, അവരുടെ കുടുംബജീവിതം ആരംഭിച്ച നിമിഷം മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി ഈ ഭൂമിയുടെ വരപ്പിൽ സാക്ഷ്യമായി അവിടുത്തെ പ്രിയ മക്കളെ വഴി നടത്തിയ വിധങ്ങൾക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന അതിനെ അത്യധികമായി ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവർക്ക് ദാനമായി കൊടുത്തിരിക്കുന്ന മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെ അവിടെ അനുഗ്രഹിക്കണമേ. സന്താപകാലത്തും സന്തോഷകാലത്തും ദൈവത്തിൽ ആശ്രയിച്ച് ജീവിപ്പാൻ ശക്തിയിരിക്കുകയും സഹായിക്കുകയും ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ഓരോ പ്രിയ മക്കളെയും സർവോപരി നന്മകളാൽ ധന്യമാക്കണമെന്ന് യേശു തമ്പുരാന്റെ നാമത്തിൽ യാചിക്കുന്നു. കൃപയോട് കേൾക്കുമാറാകണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. ഈ വിശുദ്ധ ദിവസത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. വിശുദ്ധാലയത്തിലേക്ക് കടന്നു വരുവാനും ആത്മാവൻ സത്യത്തിൽ ദൈവത്തെ ആരാധിപ്പാനും ദൈവം ഒരുക്കിയ കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ CSI സഭയോർത്ത് പ്രാർത്ഥിക്കാം. മറ്റു സഹോദരി സഭകളെ ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മോഡറേറ്റർ, ഡെപ്യൂട്ടി മോഡറേറ്റർ, സിനഡ് ഭാരവാഹികൾ, എല്ലാ ബിഷപ്പുമാരെയും അവരുടെ ശുശ്രൂഷകൾക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വൈദിക ശ്രേഷ്ഠരെയും സുവിശേഷകരായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെല്ലാം ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ മധ്യകേരള മഹായുടെ ബിഷപ്പ് അഭിമന്യ തോമസ് കെ ഉമ്മൻ തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ മധ്യകേരള മഹായിടവയ്ക്കും ഡെപ്യൂട്ടി മോഡറേറ്റർ നിലയിലും നല്ല സേവനങ്ങളെ കാഴ്ചവെക്കുവാൻ നമ്മുടെ ബിഷപ്പിനെ ദൈവം എടുത്ത് ഉപയോഗിച്ചു. ഈ മാസം 29-ാം തീയതി ഔദ്യോഗിക ജീവിതത്തിൽ നിന്ന് വിശ്രമ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം നടത്തിയ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. കുടുംബമായിട്ട് അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. മധ്യകേരള മഹായിടവക ഒരു പുതിയ അധ്യക്ഷനായിട്ട് പ്രാർത്ഥനയോട് കാത്തിരിക്കുമ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായ സാവുക്കച്ചേരി അച്ഛനെയും നെൽസൺ ചാക്കോ അച്ഛനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടുന്ന് മധ്യകേരള മഹായിടവക അധ്യക്ഷനെ തിരഞ്ഞെടുക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.
ഈ നാളുകളിൽ മെഡിക്കൽ ഡേയ്സിന് ധീരമായി നേതൃത്വം നൽകുന്ന റൈറ്റ് റവറൻഡ് ഡോക്ടർ എസ് ടി സോളമൻരാജ് തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ സമയങ്ങളൊക്കെ ശാരീരിക ക്ഷീണാവസ്ഥയിലായിരുന്നു. കർത്താവ് നൽകിയ രോഗസൗഖ്യത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കാം. ഈ നാളിൽ നമുക്ക് നൽകുന്ന നല്ല നിർദ്ദേശങ്ങൾക്കായി, ആലോചനകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. കുടുംബമായിട്ട് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ഹൈദരാബാദ് CSI മലയാളം ചർച്ചിനെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. പൂർവ്വപിതാക്കന്മാരുടെ നാൾ മുതൽ ഈ സമയം വരെയും അത്ഭുതകരം അതിശയകരമായി സർവശക്തനായ ദൈവം വഴി നടത്തിയ വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ ഈ സഭയിൽ ശുശ്രൂഷ ചെയ്ത പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളിൽ സഭയ്ക്ക് നേതൃത്വം നൽകുന്ന ചർച്ച് കമ്മിറ്റികൾ, ബിൽഡിംഗ് കമ്മിറ്റികൾ, നിസ്തുല്യമായ സേവനങ്ങളെ, സാക്ഷ്യങ്ങളെ ഓർക്കാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിദേശത്തായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കാം. പലവിധമായ പ്രയാസങ്ങളിൽ, പ്രതിസന്ധികൾക്കിടെ കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ദൈവങ്ങളിൽ സമർപ്പിക്കാം. നാട്ടിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും കുടുംബമായ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സൺഡേ സ്കൂളിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്ന അധ്യാപകരെയും ദൈവിക ജ്ഞാനത്താൽ പ്രകാശിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ഗായസംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. യൂത്ത് മൂവ്മെൻറ്റിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. ബോൺസ് ഫെലോഷിപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്കായി നമ്മുടെ സ്തോത്രം ചെയ്യാം. ഒരു ദേവാലയത്തിനായിട്ട് നാം കാത്തിരുന്നു. ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്ന കർത്താവ് നമ്മുടെ ആഗ്രഹങ്ങളെ കണ്ടറിഞ്ഞ് സൗകര്യച്ച് ഗവൺമെൻറ്റിൻ്റെ എല്ലാ അനുമതികളും ലഭിക്കാനും തുടർന്ന കർത്താവെ കഴിഞ്ഞ ആഴ്ച മുതൽ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ആഗ്രഹിച്ചതുപോലെ അവിടുന്ന് ദേവാലയ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുവാൻ കർത്താവ് കൃപ നൽകിയല്ലോ. കഴിഞ്ഞ കാലങ്ങളിൽ ഈ നാളുകളിലും അധ്വാനിക്കുന്ന, പ്രയത്നിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നെഹെമ്യാവ് കരഞ്ഞ് പ്രാർത്ഥിച്ചതുപോലെ ഇനി നിന്നാപാത്രമായിരിക്കാൻ തക്കവണ്ണം യെരുശലേമിൻ്റെ മതിലുകളെ പണിയുക. സ്വർഗത്തിലെ വലിയവനായ ദൈവം കാര്യം സാധിപ്പിക്കുമെന്നുള്ള തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണർന്ന് എഴുന്നേറ്റ് പ്രവർത്തിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ പ്രിയ മക്കളെ ശക്തീകരിക്കുകയും സഹായിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കാം. സക്രിയ പ്രവാചകൻ സെരുബ്ബാബേലിനോട് പറഞ്ഞു, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിൻ്റെ ആത്മാവിനാൽ സഭ പണിപ്പെടുവാൻ അവിടെ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. ശാരീരിക ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. വിശേഷാൽ നമ്മുടെ അംഗളമാരെയും അച്ഛിമാരെയും ദൈവങ്ങളിൽ സമർപ്പിക്കാം. വാർദ്ധസഹജമായ ക്ഷീണാവസ്ഥയിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഈ നാടുകളിൽ രോഗാക്ഷീണാവസ്ഥയിലായിരിക്കുന്ന അനിൽകുമാറിനെ ഓർത്ത് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയദാസിന് പൂർണ്ണമായ വിടുതൽ ആശ്വാസം പ്രദാനം ചെയ്യുന്നു പ്രാർത്ഥിക്കാം. ശുശ്രൂഷിക്കുന്ന സോണിയെ ഓർക്കാം. ഇതൊക്കെ ദാനമായി കൊടുത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. മറ്റു പ്രയാസങ്ങളിൽ പ്രതിസന്ധികളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. കുടുംബജീവിതത്തിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഓർക്കാം. നമ്മുടെ ചെറു പൈതങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഈ നാളുകളിൽ പ്രാർത്ഥനയോട് ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കാം. കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ പലവിധമായ പ്രയാസവസ്ഥയിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത്. പ്രത്യേകിച്ച് കേരള സമൂഹവും മറ്റു രാഷ്ട്രങ്ങളും. കർത്താവെ, അവിടുന്ന് കോവിഡിൻ്റെ വാക്സിനൊക്കെ ലഭ്യമായി കഴിഞ്ഞ കാലങ്ങളിൽ പോലെ യോബ് പറഞ്ഞതുപോലെ പ്രാർത്ഥിച്ചതുപോലെ
ദൈവമേ, പണ്ടത്തെ നാളുകളെ പോലെ ആയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ഒരുമിച്ച് ദേവാലയത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തെ സ്തുതിപ്പാനും ആരാധിപ്പാനും അവിടെ ഞങ്ങൾ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും ദൈവത്തിൽ സമർപ്പിച്ചുകൊണ്ട് അന്നമ്മ ആൻറ്റിക്ക് എല്ലാ കാര്യങ്ങളും വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്ക് ചേർന്ന് ഒരു പാട്ടിൻ്റെ ഈരടി പാടാം. പ്രാർത്ഥനയാലെപ്പോഴും ഞാൻ ജാഗരിച്ചു പോരാടുവാൻ നിന്റെ സഹായം നൽകുക. എൻ്റെ മഹാപുരോഹിത, നിന്റെ സഹായം നൽകുക. എൻ്റെ മഹാപുരോഹിത, ഉറപ്പിക്കണയൻ നാഥ, നിറയ്ക്കായെന്നെ ശുദ്ധാത്മാ ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റുനിറഞ്ഞു ശോഭിപ്പാൻ. ക്രിസ്ത്യൻ മഹത്വത്താലെ ഞാൻ മുറ്റുനിറഞ്ഞു ശോഭിപ്പാൻ. അന്നമോമനൻ Gracias.
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരും കൂടെ ഇരിക്കുമാറാകട്ടെ. ദാനാർപ്പണത്തിനും അപ്പം നമുക്ക് സൃഷ്ടിക്കുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ സഹോദരി സഹോദരന്മാർ ഒത്തുമിച്ച് വസിക്കുന്നത് എത്ര ശുഭ എത്ര മനോഹരവുമാകുന്നു. അപ്പോൾ നാം വളരാൻ നമ്മുടെ ശരീരമാകുന്നു. നാം എല്ലാവരും ആ ഒരപ്പത്തിൽ അംശികൾ ആകുന്നുവല്ലോ. സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ അകമായി കൈസ്തുതി കൈമാറാം. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. കീർത്തനം 398, ഹിൻ നമ്പർ 398. നമുക്ക് നമ്മുടെ ദാനങ്ങളെയും നമ്മെ തന്നെ ദൈവങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അവിടുത്തെ പ്രിയത്തിൻ്റെ രക്തത്താൽ ഇതിൻ്റെ ഉപാസനത്തിലേക്കുള്ള പുതുവഴിയെ പ്രതിഷ്ഠിക്കുന്ന പരിശുദ്ധ പിതാവേ, അവൻ മുഖാന്തരം ഞങ്ങൾ നിങ്ങളിലേക്ക് അടുത്തു വരുന്നു. സ്വർഗത്തിലും ഭൂമിയുള്ളതല്ല നിനക്കുള്ളതല്ലോ. നിന്നെ എണ്ണു വാങ്ങി ഞങ്ങൾ നിനക്ക് തരുന്നതേയുള്ളൂ. ഞങ്ങളുടെ ദാനങ്ങളെ നീ കൈക്കൊണ്ട് നിന്റെ മൗനത്തിനായി വയ്ക്കണമെന്ന് താഴ്മയോട് ഞങ്ങളോട് അപേക്ഷിക്കുന്നു.
മുട്ടൂത്തി ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. നിങ്ങളെ ഉയർത്തുകേ. നമ്മുടെ ദൈവമായ കർത്താവിനെ നമുക്ക് സ്തോത്രം ചെയ്യാം. പരിശുദ്ധ കർത്താവേ, സർവശക്തനായ പിതാവേ, നിത്യദൈവമേ, ഞങ്ങളെല്ലാ കാലങ്ങളും എല്ലാ സ്ഥലങ്ങളും നിനക്ക് സ്തോത്രം ചെയ്യുന്നത് ഏറ്റവും യുക്തനായി ഞങ്ങൾ ചെയ്യുന്ന നാമറയുമാകുന്നു. നിന്റെ പുത്രനേർത്തവുമായ യേശു ക്രിസ്തു മൂലമായിട്ട് തന്നെ അവൻ മുഖാന്തരം നീ ആകാശത്തെയും ഭൂമിയുള്ള സകലത്തെ ഉണ്ടാക്കി മനുഷ്യനെ സ്വന്തം നിർമ്മിക്കുകയും ചെയ്തു. അവൻ പാപത്തിൽ വീണപ്പോൾ പുതിയ സൃഷ്ടിയുടെ ആദിഫലമാകേണ്ടതിന് അവനെ വീണ്ടെടുക്കുകയും ചെയ്തു. അതുകൊണ്ട് സ്വർഗസ്ഥ പിതാവേ, നീ സത്യമായി പരിശുദ്ധനാകുന്നു. നീ സത്യമായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. മനുഷ്യവർഗത്തോടുള്ള നിന്റെ ആദര സ്നേഹം കൊണ്ട് നിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഞങ്ങളുടെ സ്വഭാവത്തെ എടുപ്പാനും ഞങ്ങളുടെ വീണ്ടെടുപ്പിനായി കുരിശിന്മേൽ മണറിയിപ്പാനും തന്നുവല്ലോ. അവനൊരിക്കലായി തന്നെ ഏകൊഴിപാടായി അർപ്പിച്ചതിനാൽ സർവലോകത്തിൻ്റെയും പാവങ്ങൾക്കായിട്ട് തികവായി പൂർണ്ണമായി മതിയാകുന്ന യാഗം ഒരുപാടും പ്രതിശാദിയും തികയ്ക്കുകയും താൻ വീണ്ടും വരുവോളം തൻ്റെ വിലയേറിയ മരണത്തെക്കുറിച്ച് ഇടവിധാന ഓർമ്മയെ നിയമിക്കുകയും അതിനെപ്പോഴും ആചരിക്കണമെന്ന് തൻ്റെ വിശുദ്ധ സുവിശേഷത്തിൽ ഞങ്ങളോട് കൽപ്പിക്കുകയും ചെയ്തുവല്ലോ. അവൻ താൻ ഒറ്റുകൊടുക്കപ്പെട്ട ആ രാത്രിയിൽ തന്നെ അപ്പം എടുത്തു സ്തോത്രം ചൊല്ലി അതിനെ നുറുക്കി തൻ്റെ ശിഷ്യന്മാർ കൊടുത്തു പറഞ്ഞു, വാങ്ങി ഭക്ഷിപ്പീൻ. ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവീൻ. അത്താഴം കഴിഞ്ഞ ശേഷം അപ്രകാരം തന്നെ അവൻ പാനപാത്രം എടുത്തു സ്തോത്രം ചൊല്ലി
അവർ കൊടുത്തു പറഞ്ഞു, നിങ്ങളെല്ലാവരും നിന്ന് കുടിപ്പീൻ. എന്തെന്നാൽ നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചൊരിയപ്പെടുന്ന പുതിയ നിയമത്തിലുള്ള അതിൻ്റെ രക്തമാകുന്നു. ഇത് നിങ്ങൾ കുടിക്കുമ്പോഴൊക്കെയും എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീൻ. അതുകൊണ്ട് പിതാവേ, ഞങ്ങളുടെ കർത്താവായ ദൈവത്തിന്റെയും അന്നത്തെയും കഷ്ടപ്പാടിനെയും അവന്റെ മഹത്വമുള്ള പുനരുത്ഥാനത്തെയും സ്വർഗാരോഹണത്തെയും ഓർത്തുകൊണ്ടും അവന് നമുക്കായി സമ്പാദിച്ച പൂർണ്ണ വീണ്ടെടുപ്പിനായി ഞങ്ങൾക്ക് സ്തോത്രം ചെയ്തുകൊണ്ടും അവൻ കൽപ്പിച്ച പ്രകാരം വരുവോളം അവന്റെ ഓർമ്മയ്ക്കായി നിന്റെ ദാസരായ ഞങ്ങൾ ഇതിനെ ചെയ്യുന്നു. കരുണയുള്ള പിതാവേ, ഞങ്ങളുടെ നിദാനങ്ങളായ അപ്പത്തെയും ഇങ്ങനെയും നിന്റെ വിശുദ്ധാത്മാവിനാൽ ശുദ്ധീകരിച്ച് ഞങ്ങൾ മറിക്കുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയും ഞങ്ങൾ വാഴ്ത്തുന്ന ഈ പാനപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാകേണ്ടതിന് കൃപ നൽകണമെന്ന് ഞങ്ങൾ താഴ്മയോട് അപേക്ഷിക്കുന്നു. അങ്ങനെ അതിന് യോജിക്കപ്പെട്ട് ഞങ്ങളെല്ലാവരും വിശ്വാസത്തിന്റെ ഐക്യം പ്രാപിച്ച് ഞങ്ങളുടെ കർത്താവാകുന്ന മശിയാന്തരയാകുന്ന അവനിലേക്ക് സകലത്തിലും വളരേണ്ടതിന് കൃപ നൽകണമേ. അവൻ മൂലമായി അവനോടുകൂടെയും പരിശുദ്ധാത്മാവിന്റെ ഐക്യത്തിൽ സർവശക്തനായ പിതാവേ, അങ്ങയ്ക്ക് സകലവുമായ മഹത്വവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു ആജ്ഞാപിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത പ്രകാരം നാം ധൈര്യത്തോട് അതിലേറെ വിശ്വാസത്തോട് പ്രാർത്ഥിച്ചു ചൊല്ലുന്നു. സ്വർഗസ്ഥനായ രാജ്യമേ, നിന്റെ ഇഷ്ടം പോലെ ഭൂമിയിലാകണമേ. നമ്മെ തന്നെ ദൈവങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ അത്ഭുതകരം അതിശയകരമായി സർവശക്തനായ ദൈവം ഉയർത്തുന്ന വിധങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വിനയമായി നമ്മെ ഏൽപ്പിച്ച് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഞങ്ങൾ നിന്റെ വലുതായവനല്ലാതെ നാം നിൽക്കുന്നപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലേ?
ജീവന്റെ അപ്പമാവുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരം. സത്യാമൃതയായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുരക്തം. വിശ്വാസത്തോട് വിശുദ്ധ മേശയിലേക്ക് കടന്നു വരാം. 4 പേരായിട്ട് കടന്നു വരിക. എലമെന്റ്സ് ഉപയോഗിച്ച ശേഷം അടുത്തുള്ളതായ ബേസിൽ ഈ ഗ്ലാസ് നിക്ഷേപിക്കേണ്ടതാണ്. നമ്മുടെ കർത്താവായ യേശുവിന്റെ കൃപയും സമാധാനം അനുഗ്രഹമാകും എല്ലാവരും ഇരിക്കുമാറാകട്ടെ. ജീവന്റെ അപ്പനാവശ്യത്തിന്റെ ജീവന്റെ അപ്പനാവശ്യത്തിന്റെ ജീവന്റെ അപ്പനാവശ്യത്തിന്റെ ജീവന്റെ അപ്പനാവശ്യത്തിന്റെ സത്യാഗ്രഹമായ യേശുക്രിസ്തുവിന്റെ സത്യാഗ്രഹമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം സത്യാഗ്രഹമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം സത്യാഗ്രഹമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനം അനുഗ്രഹമാകും എല്ലാവരും ഇരിക്കുമാറാകട്ടെ. ജീവന്റെ അപ്പനായ യേശുവിന്റെ ശരീരം ജീവന്റെ അപ്പനായ യേശുവിന്റെ ശരീരം ജീവന്റെ അപ്പനായ യേശുവിന്റെ ശരീരം ജീവന്റെ അപ്പനായ യേശുവിന്റെ സത്യാഗ്രഹമായ യേശുവിന്റെ തിരുരക്തം സത്യാഗ്രഹമായ യേശുവിന്റെ തിരുരക്തം സത്യാഗ്രഹമായ യേശുവിന്റെ തിരുരക്തം സത്യാഗ്രഹമായ യേശുവിന്റെ തിരുരക്തം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനം അനുഗ്രഹമാകും എല്ലാവരും ഇരിക്കുമാറാകട്ടെ. ജീവന്റെ അപ്പനാവശ്യത്തിന്റെ ശരീരം ജീവന്റെ അപ്പനാവശ്യത്തിന്റെ ശരീരം ജീവന്റെ അപ്പനാവശ്യത്തിന്റെ ശരീരം ജീവന്റെ അപ്പനാവശ്യത്തിന്റെ സത്യാഗ്രഹമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം സത്യാഗ്രഹമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം സത്യാഗ്രഹമായ യേശുക്രിസ്തുവിന്റെ തിരുരക്തം
നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനത്തിലുള്ള വാഴും നിങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ. ജീവന്റെ പ്രമത്തായ യേശുവിന്റെ ശരീരം, ജീവന്റെ പ്രമത്തായ യേശുവിന്റെ ശരീരം, ജീവന്റെ പ്രമത്തായ യേശുവിന്റെ ശരീരം, ജീവന്റെ പ്രമത്തായ യേശുവിന്റെ ശരീരം, ജീവന്റെ പ്രമത്തായ യേശുവിന്റെ ശരീരം. അത്യാവശ്യമായ യേശുവിന്റെ രക്തം, അത്യാവശ്യമായ യേശുവിന്റെ രക്തം, അത്യാവശ്യമായ യേശുവിന്റെ രക്തം, അത്യാവശ്യമായ യേശുവിന്റെ രക്തം, അത്യാവശ്യമായ യേശുവിന്റെ രക്തം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും വാഴും ഇപ്പോഴേക്കും നിങ്ങളോട് ഇരിക്കുമാറാകട്ടെ. ഇപ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ രക്തത്തിന്റെ സാക്രമെന്റ് വിശ്വാസാൽ കൈക്കൊണ്ട നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഒന്നാമത്തെ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഇന്ത്യാശ്രീയാവത്തമർദ്ദവുമായ യേശുമശിഹാൻ ഞങ്ങളെ മക്കളായി സ്വീകരിച്ചിരിക്കുന്നുവല്ലോ. അവന് മഹാവിലേറിയ ശരീരക്തമായ ആത്മീയാഹാരമുണ്ട്. നീ ഞങ്ങളെ പോഷിപ്പിച്ച് സ്വന്തം ജനെ ശ്രദ്ധിക്കുന്നു. ഞങ്ങളെ തന്നെ ഞങ്ങളെ ആത്മാക്കളെയും ജീവനശീലയാഗമായി നിനക്ക് സമർപ്പിക്കുന്നു. അതാകുന്നു ഞങ്ങളെ ഉചിതമായ ആരാധന. ഈ ലോകത്തിനൊരുവരാകാതെ എന്ന് പൂർണ്ണമായ ദൈവത്തിൽ ചരിയേണ്ടതിന് മനസ്സുതി രൂപാന്തരപ്പെടാൻ സഹായിക്കണമേ. അങ്ങനെ സ്വീകരിച്ച് സന്തോഷിക്കേണ്ടതിന് കൃപ നൽകണതിനോട് അപേക്ഷിക്കുന്നു. അവൻ നിന്നോട് പരിശുദ്ധാത്മാവിനോട് ഏകീകൃതമായി ജീവിച്ചു. സകലാവധിയെയും കവിയുന്ന ദൈവസമാധാനം ദൈവത്തെ അവന്റെ പുത്രനും ഭർത്താവുമായ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവിലും സ്നേഹത്തിലും നിങ്ങളുടെ മനസ്സുകളെയും കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളുടെ ഉണ്ടായി എല്ലായ്പ്പോഴും നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ.
കീർത്തന 261, hymn number 261, first to fourth stanza. Oh,